ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു ജോബ് വേക്കൻസിയുടെ ഡീറ്റെയിൽസോ അതുപോലുള്ള കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ആയിട്ടല്ല. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഒരു ജോലി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണ്. സോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യവുമായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ചെയ്യുന്നത്. കാരണം എൻ്റെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ പല ജോലിയിലേക്കും അപേക്ഷിക്കുമ്പോൾ അവിടെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ CV HR-ന് അയച്ചു കൊടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യുന്ന അവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ CV HR-ന് അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ ഒരു ബേസിക് കാര്യങ്ങൾ ചെയ്യാതെ നമ്മളൊരു CV അയച്ചു കൊടുത്താൽ നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള ഒരു കാലമാണ്. ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് ആപ്ലിക്കൻസ് എനിവേ ഒരു മോർ ദാൻ 100 ആപ്ലിക്കൻസ് ഒക്കെ വരുന്ന ഒരു കാലമാണ്. സോ അവരിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം, എങ്കിലേ നമ്മളെ അവിടെ HR നോട്ടീസ് ചെയ്യാനും നമ്മുടെ CV അറ്റ്ലീസ്റ്റ് അവർ ഡൗൺലോഡ് ചെയ്ത് നോക്കാനുമുള്ള ചാൻസ് അവിടെ നമുക്ക് ഒരു പ്രയോറിറ്റി കിട്ടുകയുള്ളൂ. സോ അതിനായിട്ട് നമ്മൾ CV അയച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ അതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക, ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ദയവായി വീഡിയോന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആ ഒരു വീഡിയോ ലൈക്ക് ഇട്ട് ഒരുപാട് ലൈക്സ് ഈ ഒരു വീഡിയോന് എനിക്ക് ലഭിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിലൂടെ മനസ്സിലാവും നിങ്ങൾക്ക് ഇതുപോലുള്ള കണ്ടന്റ് യൂസ്ഫുൾ ആവുമെന്ന്. സോ ഒരു ജോബിന് വേണ്ട, അതായത് ഒരു വേക്കൻസി നിങ്ങളിലേക്ക് എന്തായാലും ഞാൻ എൻ്റെ ഒരു ചാനൽ ത്രൂ എത്തിക്കും. അതുകൂടാതെ ഇതുപോലുള്ള ഇൻ്റർവ്യൂ ടിപ്സ് മുതലായ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ഞാൻ മിനിമം ഒരു 100 ലൈക്ക് ടാർഗറ്റ്സ് വെക്കുന്നുണ്ട്. ആ ഒരു 100 ലൈക്ക് ടാർഗറ്റ്സ് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും ഇതുപോലുള്ള നല്ല കണ്ടന്റുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. സോ ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല, നമുക്ക് ഈ ഒരു കണ്ടന്റിലേക്ക് കടക്കാം. സോ ഇതിൽ നമ്മുടെ റെസ്യൂമെ അല്ലെങ്കിൽ CV HR-ന് അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെയൊക്കെ സാമ്പിൾ ഫോർമാറ്റും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു ഫോർമാറ്റിലേക്ക് കടക്കാം. 2 ഫോർമാറ്റ്സ് ആണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ ഫോർമാറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളൊരു CV അയച്ചു കൊടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ മെയിൽ വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. ആ ഒരു ലൊക്കേഷനിൽ വെക്കേണ്ടത് നമ്മുടെ HR-ടെ ഇമെയിൽ ID ആയിരിക്കണം. അതേപോലെ സബ്ജക്ട് ടാഗിൽ നമ്മൾ ഏത് പൊസിഷനിലേക്കാണോ, ഏതൊരു കമ്പനിയിലെ ഏതൊരു ജോലിയിലേക്കാണെങ്കിലും നമ്മൾ സബ്ജക്ട് ടാഗിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊസിഷന്റെ പേര് നിങ്ങൾ നിർബന്ധമായിട്ടും കറക്റ്റ് കൊടുക്കുക. എങ്കിലേ അവിടെ HR നിങ്ങളെ നോട്ടീസ് ചെയ്യണം. കാരണം HR-ന് നമ്മുടെ ജോബ് ആപ്ലിക്കേഷൻ അല്ലാതെ മറ്റൊരു ഒട്ടനവധി മെയിൽസ് വരുന്നതായിരിക്കും. സോ അവരിൽ നിന്നൊക്കെ ഇതൊരു ജോലിയിലേക്കുള്ള അപേക്ഷയാണ് എന്ന് HR-ന് പെട്ടെന്ന് മനസ്സിലാവുന്ന അയാൾ ആ ഒരു സബ്ജക്റ്റ് നോക്കുമ്പോഴാണ്. സോ സബ്ജക്ട് ടാഗിൽ ഏത് പൊസിഷനിലേക്കാണ്, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് വേക്കൻസി, അതിൻ്റെ ആ ഒരു പൊസിഷന്റെ പേര് സബ്ജക്റ്റിൽ നിങ്ങൾ കറക്റ്റ് കൊടുക്കുക. സൈഡിൽ ജോബ് ആപ്ലിക്കേഷൻ എന്നുകൂടി മെൻഷൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ ഒരു മെയിലിൽ അയക്കേണ്ട ഒരു കാര്യമാണ് ഇത്. അതായത് മെയിലിൽ കുറച്ച് കാര്യം ഡ്രാഫ്റ്റ് ചെയ്യണം. ജസ്റ്റ് CV അറ്റാച്ച് ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കാതെ ഈ ഒരു കണ്ടന്റ് കൂടി നിങ്ങൾ അതിൽ വെക്കുക. നമ്മൾ HR-ന് അയച്ചു കൊടുക്കുമ്പോൾ ഡിയർ, അത് HR ഇപ്പോൾ മെയിലാണോ ഫീമെയിൽ ആണോ നമുക്കറിയില്ല. സോ നമുക്കവിടെ രണ്ടും മെൻഷൻ ചെയ്യാം, ഡിയർ സാർ ഓർ മാഡം, എന്നിട്ട് കോമ കൊടുക്കുക. പിന്നെ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. മൈ നെയിം ഈസ്, നിങ്ങളുടെ പേര് അവിടെ മെൻഷൻ ചെയ്യുക. ആൻഡ് ഐ ആം സബ്മിറ്റിംഗ് ആൻ ആപ്ലിക്കേഷൻ ഫോർ ദ ജോബ് ഓഫ്, ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ പോസ്റ്റിന്റെ പേര് നിങ്ങൾ അവിടെ കൊടുക്കുക. എ കോപ്പി ഓഫ് മൈ റെസ്യൂമെ ഈസ് അറ്റാച്ച്ഡ് ടു ദിസ് ഇമെയിൽ. അത്രയും നിങ്ങളെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഒരു വർക്ക് പ്രൊഫൈൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ ഹാവ് ദിസ് മച്ച് ഇയേഴ്സ് ഓഫ് ഇൻഡസ്ട്രി, ഇതിവിടെ എത്ര വർഷമാണോ എക്സ്പീരിയൻസ് ഉള്ളത് അത് മെൻഷൻ ചെയ്യുക. ഫ്രഷർ ആണെങ്കിൽ ആ ഒരു സെന്റൻസ് നിങ്ങൾ അവിടുന്ന് ഒഴിവാക്കുക. ഐ ഹാവ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5 ഇയേഴ്സ് ആണെങ്കിൽ ഐ ഹാവ് 5 ഇയേഴ്സ് ഓഫ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ആൻഡ് എ ലോട്ട് ഓഫ് transferable knowledge. I have read the job description and I think I am qualified to perform the job well. അതിനുശേഷം ഐ ആം ഈഗർ ടു അപ്ലൈ ഫോർ ദ പൊസിഷൻ ഓഫ്, വീണ്ടും ജോബിന്റെ പേര് പൊസിഷന്റെ പേര് മെൻഷൻ ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഓപ്പർച്യൂണിറ്റി ഇൻ എ ഫാന്റാസ്റ്റിക് കമ്പനി. പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മീ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്. ഇവിടെ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ കറക്റ്റ് ഫോൺ നമ്പർ, കാരണം ഒരുപക്ഷെ ആ ഒരു CV HR ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിലും ഒരുപാട് തിരക്കുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അയാൾ ഈ ഒരു മെയിൽ കാണുമ്പോൾ നിങ്ങളുടെ ഒരു കോൺടാക്ട് നമ്പർ ഇവിടുന്ന് കാണും, ഡയറക്റ്റ് അയാൾ ഡയൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ടാണ് കറക്റ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യുക. വുഡ് യു കൈൻഡ്ലി കൺഫേം ദാറ്റ് യു റിസീവ്ഡ് മൈ ഇമെയിൽ ആൻഡ് ഇൻഫോം മീ ഓഫ് ദ പ്രൊസീജിയേഴ്സ് നെക്സ്റ്റ് സ്റ്റെപ്സ്. ബെസ്റ്റ് റിഗാർഡ്സ് കൊടുക്കുക, നിങ്ങളുടെ പേരും കൊടുക്കുക. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മുടെ CV അറ്റാച്ച് ചെയ്യുക, അത് മറക്കരുത്. സോ ഇതാണ് ഒരു ഫോർമാറ്റ്.
നമുക്ക് അടുത്തൊരു ഫോർമാറ്റും കൂടി നോക്കാം. ഈ രണ്ട് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഇത് തന്നെ ഏതൊരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഈ സെയിം ഫോർമാറ്റ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ അടുത്തൊരു ഫോർമാറ്റ് നോക്കുമ്പോൾ ഡിയർ റിക്രൂട്ടർ നെയിം സാർ ഓർ മാഡം. ഇപ്പോൾ ആ ഒരു ഇമെയിൽ ഐ ഡിയിൽ എച്ച്ആറിൻ്റെ പേര് മെയിലിൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിയർ സാർ എന്ന് കൊടുക്കുക, നിങ്ങളുടെ ചോയ്സ് ആണ്. ഐ ആം നിങ്ങളുടെ പേര് ആൻഡ് ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ദ പോസ്റ്റ് ഓഫ് ജോബിൻ്റെ പേര്. മൈ റെസ്യൂമേ ഈസ് അറ്റാച്ച്ഡ് ടു ദിസ് ഇമെയിൽ. After reading the job description, I believe I possess all the necessary abilities and credentials. Details about my current employment and previous roles are also available. നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ ഈ ഒരു സെന്റൻസ് അവിടെ ഒഴിവാക്കുക. Can you describe the steps in the process and how they will be completed? You can reach me at on. ഇവിടെ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. I am interested in your response regarding how to proceed with my application. ഇവിടെ ബെസ്റ്റ് റിഗാർഡ്സ് കൊടുക്കുക, നിങ്ങളുടെ പേരും കൊടുക്കുക. അങ്ങനെ രണ്ട് ഫോർമാറ്റ്സ് ആണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ഈ രണ്ട് ഫോർമാറ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ CV അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിന്നൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ ഒരു സബ്ജക്ട് ടാഗിൽ നിങ്ങൾ പൊസിഷൻ്റെ പേര് നിർബന്ധമായിട്ടും മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ രണ്ട് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. സോ വൺസ് നിങ്ങളുടെ CV അവിടെ ആ ഒരു HR-ന് ലഭിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അയാൾ ഒരു കൺഫർമേഷൻ മെയിൽ നിങ്ങൾക്ക് തരും. അത് CV ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിനുള്ള ചാൻസ് വളരെ കുറവാണ്, കാരണം അത്രയും അവർ നോക്കില്ല. വൺസ് ആ ഒരു റെസ്യൂമെ ഓക്കെ ആണ് എന്ന് അവർക്ക് ഓക്കെ ലഭിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ റെസ്യൂമെ ആ ഒരു പോസ്റ്റിന് എലിജിബിൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് കോൾ ആയിരിക്കും വരിക. സോ ആ ഒരു കോളിൽ ഏതൊരു പോസ്റ്റിൻ്റെ, ഇപ്പോൾ IT മേഖലയിലായിക്കോട്ടെ, നോൺ IT മേഖലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് ലെവലിലുള്ള ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മാനേജർ ലെവലിലുള്ള ഇൻ്റർവ്യൂ ആയിരിക്കട്ടെ, ഏതൊരു പോസ്റ്റ് ആണെങ്കിലും HR നിങ്ങളുടെ അടുത്ത് അവിടെ ആദ്യം ചോദിക്കുന്ന ഇൻ്റർവ്യൂയുടെ ഒരു ചോദ്യമാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ഇതും നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കുക. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ പല കാൻഡിഡേറ്റ്സും അവിടെ പല രീതിയിലുള്ള ഉത്തരങ്ങളാണ് അവിടെ കൊടുക്കുന്നത്. ചിലർ നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് പറയും, നമ്മുടെ ഫാദറിൻ്റെ ജോലി, നമ്മുടെ മദറിൻ്റെ ജോലി, അതേപോലെ നമ്മുടെ സ്പൗസ്, നമ്മുടെ കുട്ടികളുടെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാണ് അവിടെ ടൈം വേസ്റ്റ് ആക്കുന്നത്. പക്ഷെ നിങ്ങൾ അവിടെ നിർബന്ധമായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു ചോദ്യം ഇൻ്റർവ്യൂവർ ചോദിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങളൊന്നും ഇൻ്റർവ്യൂവർ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. പകരം അയാൾ അറിയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതേപോലെ നിങ്ങളുടെ ഒരു സ്ഥലം, നിങ്ങളുടെ പേര്, അതേപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഏത് ഡൊമൈനിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത്, ഏതൊക്കെ പ്രോജക്ട്സ് ആണ് നിങ്ങൾ ചെയ്തത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അത് പറയാതെ നമ്മുടെ ഫാമിലിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സെക്കൻഡ് റൗണ്ടിലേക്ക് നിങ്ങൾ എലിജിബിൾ ആവാനുള്ള ചാൻസ് അവിടെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. സോ ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ പറയേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ ഫോർമാറ്റ് അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി കൊടുത്തേക്കാം. ആ ലിങ്കിൽ കയറി നിങ്ങൾ ആ വീഡിയോ കൂടി നിർബന്ധമായും കാണുക. കാരണം നിങ്ങൾ ആത്മാർത്ഥമായി ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്സ് ആണ് CV എങ്ങനെ അയക്കണം, അത് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മോസ്റ്റ് പ്രോബ്ലി ഒരു 90% നമുക്ക് പറയാം ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, നിങ്ങളെ പറ്റിയുള്ള ഇൻട്രഡക്ഷൻ HR ചോദിക്കും. സോ അതിനുള്ള ഉത്തരം കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. കാരണം നമുക്കറിയാം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. സോ ആദ്യം തന്നെ ആ ഒരു ലാംഗ്വേജ് നിങ്ങൾ പറയാനുള്ള കാര്യം ഒന്ന് ഫ്രെയിം ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നല്ലൊരു ഇംപ്രഷൻ അവിടെ ഡെവലപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു ഡീറ്റെയിൽസ്, ഈ ഒരു ടിപ്സ് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്